കാശ്മീര തന്ത്രത്തിലെ 36 തത്വങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം. ആഴമേറിയ ദർശനങ്ങളെ നമുക്ക് പരിചിതവും ആകർഷകവുമായ ഉപമകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് പരമ്പര ആണിത്. ഇന്ന് നാം കാശ്മീര തന്ത്രത്തിലെ ശിവതത്വം എന്ന സങ്കല്പത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്. തീർച്ചയായും ഇതിൽ സങ്കീർണമായ പദാവലികളോ അമൂർത്ത സിദ്ധാന്തങ്ങളോ കുത്തിനിറക്കില്ല എന്ന് ഞങ്ങൾ വാക്ക് തരുന്നു. പകരം നമുക്കെല്ലാം മനസ്സിലാകുന്നതും പ്രിയപ്പെട്ടതുമായ ചലച്ചിത്ര നിർമ്മാണം എന്ന പ്രക്രിയയിലൂടെ നമുക്കൊരുമിച്ച് ശിവതത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രപഞ്ചസൃഷ്ടിയെ ഭീമമായ ഒരു ചലച്ചിത്ര നിർമ്മാണമായി സങ്കൽപ്പിക്കുക. ഏതൊരു സിനിമയ്ക്കും ആദ്യം വേണ്ടത് എന്താണ്? വളരെയധികം ഉൾക്കാഴ്ചയുള്ള ഒരു ചലച്ചിത്രകാരൻ. ക്യാമറ ചലിക്കുന്നതിനു മുമ്പേ, തിരക്കഥ എഴുതപ്പെടുന്നതിനു മുമ്പേ, ഒരൊറ്റ ആശയം പോലും രൂപപ്പെടുന്നതിനു മുമ്പേ നിലനിൽക്കുന്ന ഒന്നാണത്. അതിന് സമാനമാണ് ശിവതത്വം. കാശ്മീര തന്ത്രത്തിൽ ശിവതത്വം എന്നത് രൂപമുള്ള ഒരു ദൈവമോ ദിവ്യവ്യക്തിത്വമോ അല്ല, പകരം എല്ലാ അവബോധത്തിന്റെയും അടിത്തറയാണ്. മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാം ഉൾക്കൊള്ളുന്ന ശുദ്ധസാധ്യതയുടെ ഒരു പൂർണ്ണാവസ്ഥ. ഒരു നിമിഷം ഒന്നാലോചിച്ചു നോക്കൂ. ഏതെങ്കിലും കഥയോ കഥാപാത്രമോ ഉയർന്നുവരുന്നതിനു മുമ്പ് ഒരു ചലച്ചിത്രകാരന്റെ ബോധം മാത്രമേയുള്ളൂ. നമുക്ക് ഈ ഉപമ കൂടുതൽ ആഴത്തിൽ ഒന്ന് നോക്കിയാലോ? സ്പീൽബർഗ്, കുറസാവ അല്ലെങ്കിൽ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരെ പോലെ പ്രതിഭാശാലിയായ ഒരു ചലച്ചിത്രകാരനെ സങ്കൽപ്പിക്കുക. അവർ ദി സെവൻ സമുറായ് അല്ലെങ്കിൽ കൊടിയേറ്റം തുടങ്ങിയ സിനിമകൾ നിർമ്മിക്കുന്നതിനു മുമ്പ് ശാന്തമായിരിക്കുന്നത് സങ്കൽപ്പിക്കുക. ആ നിമിഷത്തിൽ അവർ ഏലിയൻ സാഹസികതകളെക്കുറിച്ചോ സമുറായ് യോദ്ധാക്കളെക്കുറിച്ചോ കൊടിയേറ്റത്തിലെ ശങ്കരൻകുട്ടിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. അവർ കേവലം ശുദ്ധമായ സൃഷ്ടിപരമായ സാധ്യതയുടെ അവസ്ഥയിൽ നിലകൊള്ളുന്നു. സിനിമയിലൂടെ അവർ പറയാനിരിക്കുന്ന ഓരോ കഥയും, സൃഷ്ടിക്കാനിരിക്കുന്ന ഓരോ കഥാപാത്രവും, സങ്കൽപ്പിക്കാനിരിക്കുന്ന ഓരോ മനോഹര രംഗവും ഒരു സാധ്യത മാത്രമായി അവരിൽ നിലനിൽക്കുന്നു. ഇതുപോലെയാണ് ശിവതത്വവും. അത് പ്രപഞ്ച സംവിധായകന്റെ ബോധമാണ്. അതിന് പ്രചോദനത്തിനായി പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം അകത്തുനിന്ന് പ്രവഹിക്കുന്ന അതിരറ്റ സർഗാത്മക ഊർജ്ജത്തിന്റെ സമുദ്രമാണത്. ചലച്ചിത്ര നിർമ്മാണം മാത്രമല്ല, ഏത് കലയും നമുക്ക് ഉദാഹരണമായെടുക്കാം. സംഗീതജ്ഞനായിരുന്ന മൊസാർട്ടിനെ നോക്കൂ. സിംഫണി നമ്പർ 40 ആദ്യ സ്വരം പോലും എഴുതുന്നതിനു മുമ്പ് അദ്ദേഹത്തിനുള്ളിൽ ശുദ്ധമായ സൃഷ്ടിപരമായ ഒരു ബോധം ഉണ്ടായിരുന്നു. സിംഫണിയായി രൂപപ്പെടാത്ത ഒരു സാധ്യത. ഇനി ഐഫോണിനു മുമ്പുള്ള സ്റ്റീവ് ജോബ്സിനെക്കുറിച്ച് ചിന്തിക്കുക. രേഖാചിത്രങ്ങളോ മാതൃകകളോ ഉണ്ടാക്കുന്നതിനു മുമ്പ്, ടച്ച് സ്ക്രീൻ വിപ്ലവത്തിന്റെ ആശയം പോലും ഉണ്ടാകുന്നതിനു മുമ്പ് സാധ്യതകൾ നിറഞ്ഞ വെറും ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെളിയാൻ കാത്തിരിക്കുന്ന ഒരു തീപ്പൊരി പോലെ. ഇനി കമ്പ്യൂട്ടർ മേഖലയിലേക്ക് വരികയാണെങ്കിൽ, സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമറെ സങ്കൽപ്പിക്കുക. വിപ്ലവകരമായ ഒരു ആപ്പിന്റെ ആദ്യ കോഡ് ലൈൻ ടൈപ്പ് ചെയ്യുന്നതിനു മുമ്പ് അയാളുടെ ഉള്ളിൽ ബോധത്തിന്റെ അനന്തമായ സാധ്യത മാത്രം. ശിവതത്വം അത്തരമൊരു പൂർണ്ണ ബോധമാണ്. അത് പിന്നീട് വരുന്ന എല്ലാറ്റിന്റെയും അനിവാര്യമായ അടിത്തറയാണ് താനും. അങ്ങനെ ശിവൻ അനന്തമായ സൃഷ്ടിപരമായ സാധ്യതകൾ നിറഞ്ഞ് ശുദ്ധബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ചലച്ചിത്രകാരനാണ് എന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ ഈ സാധ്യതയിൽ നിന്ന് യഥാർത്ഥ സിനിമയുടെ സൃഷ്ടിയിലേക്ക് നീങ്ങാൻ എന്തോ ഒന്ന് ഉണരണം. സൃഷ്ടിപരമായ ഊർജ്ജത്തിന്റെ ഒരു ചലനം ആവശ്യമാണ്. ഇതാണ് ശക്തിതത്വം. ശിവനും ശക്തിയും തമ്മിലുള്ള ഈ സംയോഗം വെറും ആത്മീയമായ ആശയം മാത്രമല്ല, ആധുനിക ശാസ്ത്രത്തിൽ ഇതിന് ശ്രദ്ധേയമായ സമാന്തരങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ക്വാണ്ടം ഭൗതികശാസ്ത്രത്തിൽ ക്വാണ്ടം വാക്വം എന്ന ഒരു സങ്കല്പമുണ്ട്. ശുദ്ധമായ സാധ്യതാപരമായ ഊർജ്ജത്തിന്റെ അവസ്ഥയാണത്. ഈ വാക്വം ഒന്നുമില്ലായ്മയായി അല്ല, പകരം അത് സാധ്യമായ എല്ലാ കണികകളും പ്രകടമാകുന്നതിനു മുമ്പ് നിലനിൽക്കുന്ന സാധ്യതകളുടെ സമുദ്രമാണ്. നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഈ സാധ്യത ഒരു നിർദ്ദിഷ്ട യാഥാർത്ഥ്യമായി മാറുന്നത്. നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാശ്മീര താന്ത്രിക ചിന്തകർ വിവരിച്ചതിന് സമാനമാണിത്. ശിവതത്വം ക്വാണ്ടം വാക്വം പോലെയാണ്. ശുദ്ധമായ സാധ്യതയുടെ അവസ്ഥ. ശക്തിതത്വം ചലനാത്മക ശക്തിയാണ്. നാം അനുഭവിക്കുന്ന പ്രപഞ്ചമായി സഹജാവബോധത്തെ പ്രകടമാക്കുന്ന ഊർജ്ജം. ശിവനും ശക്തിയും തമ്മിലുള്ള ബന്ധം ഡിജിറ്റൽ ലോകത്തിലെ സങ്കല്പങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുക്കാം. ഒരു AI മോഡൽ ഏതെങ്കിലും നിർദ്ദിഷ്ട പ്രതികരണം ഉത്പാദിപ്പിക്കുന്നതിനു മുമ്പ് സാധ്യതകളുടെ ഗണിത ചട്ടക്കൂടായി അത് നിലനിൽക്കുന്നു. എല്ലാ സാധ്യമായ ഉത്തരങ്ങളും എല്ലാ സാധ്യമായ ഔട്ട്പുട്ടുകളും അവിടെ നിലനിൽക്കുന്നു എന്നർത്ഥം. നിങ്ങൾ ഒരു പ്രോംപ്റ്റ് നൽകുമ്പോൾ മാത്രമാണ് ഈ സാധ്യതകൾ ഒരു നിർദ്ദിഷ്ട പ്രതികരണമായി മാറുന്നത്.
ഈ രണ്ട് സന്ദർഭങ്ങളിലും സാധ്യതയിൽ നിന്ന് സൃഷ്ടിയിലേക്ക് സിസ്റ്റങ്ങളെ നയിക്കുന്ന ഊർജ്ജമാണ് ശക്തി. ശാസ്ത്രലോകത്തിലും കലയിലും മാത്രമല്ല, നാം നിത്യജീവിതത്തിലും അനുഭവിക്കുന്ന ഒരു ശാശ്വത സത്യമാണത്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ക്ഷണികമായ ഒരു നിമിഷത്തിൽ ശുദ്ധമായ ബോധത്തിൽ നിലനിന്നിട്ടുണ്ടോ? ചിന്തകൾ കടന്നുവരുന്നതിനു മുമ്പ്, നിങ്ങൾ ആരാണെന്നോ എവിടെയാണെന്നോ ഓർക്കുന്നതിനു മുമ്പ് വെറും നിശ്ചലത മാത്രം. നിങ്ങൾ ശിവതത്വത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിമിഷമാണത്. ശിവതത്വം എന്നത് വെറും ഒരു താത്വിക ആശയമല്ല, അത് നമ്മുടെ സ്വന്തം ബോധത്തിന്റെ അടിസ്ഥാനപരമായ അവസ്ഥയാണ്. ആദ്യത്തെ ആശയം ജനിക്കുന്നതിനു മുമ്പുള്ള ചലച്ചിത്രകാരൻ, ആദ്യത്തെ വര വരക്കുന്നതിനു മുമ്പുള്ള ചിത്രകാരൻ, ആദ്യത്തെ കോഡ് ലൈൻ എഴുതുന്നതിനു മുമ്പുള്ള പ്രോഗ്രാമർ എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ സൃഷ്ടി സംഭവിക്കാൻ ശിവൻ ശക്തി ആവശ്യമാണ്. അനന്തമായ സാധ്യതയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ചലനാത്മകമായ ഊർജ്ജം. അടുത്ത വീഡിയോയിൽ നമുക്ക് ശക്തി തത്വത്തെ അടുത്തറിയാൻ ശ്രമിക്കാം. ഈ സൃഷ്ടിപരമായ ശക്തി എങ്ങനെയാണ് സിനിമാക്കാരനെ നിശ്ചലതയിൽ നിന്ന് പ്രവർത്തനത്തിലേക്കും ബോധത്തിൽ നിന്ന് സൃഷ്ടിയുടെ ആദ്യ തീപ്പൊരിയിലേക്കും അവസാനം പ്രപഞ്ചത്തിന്റെ പ്രകടീകരണത്തിലേക്കും നയിക്കുന്നതെന്ന് നമുക്ക് അന്വേഷിക്കാം. കാശ്മീര തന്ത്രത്തിലൂടെയും ചലച്ചിത്ര നിർമ്മാണത്തിലൂടെയും സൃഷ്ടിപ്രക്രിയയിലൂടെയുമുള്ള ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചുവെങ്കിൽ ശക്തിതത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ അടുത്ത എപ്പിസോഡ് നഷ്ടപ്പെടാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. അതുവരെ നിങ്ങൾക്കുള്ളിലെ അനന്തമായ സാധ്യതയെ, സൃഷ്ടിയെ സാധ്യമാക്കുന്ന നിശബ്ദമായ ബോധത്തെ അടുത്തറിയാൻ ശ്രമിക്കുക. കൂടാതെ ഈ പ്രപഞ്ചമെന്നത് ഒരു സിനിമ പോലെയാണെന്നും അത് എപ്പോഴും നിങ്ങളിലും നിങ്ങൾക്ക് ചുറ്റും ഒരേ സമയം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും ഓർക്കുക. കാശ്മീര തന്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നാരായണൻ നമ്പൂതിരി എഴുതിയ ശിവനും ഞാനും എന്ന കൃതി വായിക്കുക. പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു.